ബിജെപി സിപിഎം സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കടുത്ത ജാഗ്രതയിൽ പോലീസ്. നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് ഡിജിപി ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. ബിജെപി ഓഫീസിന് നേരെ ആക്രമണം നടന്നപ്പോൾ നോക്കിനിന്ന കെഎപിയിലെ അഖിലേഷ്, ശ്യാം എന്നീ 2 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. തലസ്ഥാനത്ത് പ്രകടനവും പൊതുസമ്മേളനവും 3 ദിവസത്തേക്ക് നിരോധിക്കണമെന്ന് പോലീസ് ജില്ലാ കലക്ടറോട് ശുപാർശ ചെയ്തു. പോലീസ് വലയത്തിലാണ് തിരുവനന്തപുരം നഗരം. സുരക്ഷയുടെ മേൽനോട്ട ചുമതല IG മനോജ് എബ്രഹാമിന്. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് സാഹചര്യം വിലയിരുത്തി. ഏത് സമയത്തും ആക്രമണവും പ്രത്യാക്രമണവും ഉണ്ടാകാമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ബിജെപി ഓഫീസ് ആക്രമിച്ച ഡിവൈഎഫ്ഐ SFI നേതാക്കൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. I can assure you that ഞങ്ങൾ actually വളരെ impartial ആയിട്ട് we will see that they are arrested as quickly as possible. ബിജെപി ഓഫീസ് ആക്രമിച്ചപ്പോൾ ഇടപെടാതെ നോക്കി നിന്ന KAP ബറ്റാലിയനിലെ 2 പോലീസുകാരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. 3 ദിവസത്തേക്ക് തലസ്ഥാന നഗരിയിൽ പ്രകടനം നിരോധിച്ച് ഉത്തരവിറക്കണമെന്ന ശുപാർശ പോലീസ് ജില്ലാ കളക്ടർക്ക് നൽകിയിട്ടുണ്ട്. പൊതുസ്ഥലങ്ങളിൽ കൊടിമര സ്ഥാപിക്കുന്നതിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. കൂടുതൽ പെട്രോളിംഗും തുടങ്ങി. പ്രതികളെ പിടികൂടാൻ ഒരു സംഘത്തെയും സുരക്ഷ ഉറപ്പുവരുത്താൻ മറ്റൊരു സംഘത്തെയും ചുമതലപ്പെടുത്തിയാണ് പോലീസിന്റെ നീക്കങ്ങൾ. റാഹിസ് റഷീദ്, മീഡിയ 1, തിരുവനന്തപുരം.